കാർഡിയാക് അറസ്റ്റ് വരുന്ന യുവാക്കൾ, വൃദ്ധന്മാരല്ല ഇന്നും കൂടുതൽ മരിക്കുന്നത്, യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതെങ്ങനെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധം? കുഴഞ്ഞു വീണ് മരിക്കുന്നത് മുല്ലപ്പെരിയാറാണ്. വലിയ ബന്ധങ്ങളുണ്ട്. എല്ലാ രംഗത്തും നമ്മൾ അടിമകളാണ്. തിന്നുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ വരെയും ഈ മുല്ലപ്പെരിയാർ വിഷയം, അതിൽ നിന്ന് സമ്പാദിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം സമ്പാദിക്കുന്ന കോടികൾ കാരണം നമ്മൾ അടിമകളായി. ഇനി ഇവിടെ വേണ്ടത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സും എത്ര മേടിച്ചിട്ടുണ്ട്, പൊള്ളാച്ചിയിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട്, എത്ര ഏക്കർ ഉണ്ട്, തിരുനെൽവേലിയിൽ എത്രയുണ്ട്, ഈവൻ അമേരിക്കയിൽ എത്ര ഫ്ലാറ്റ് ഉണ്ട്, ഫാം ഹൗസ് ഉണ്ട്, UK എത്ര ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് തമിഴ്നാടിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടാം. 2018 തുറന്നു വിട്ട് എന്തുമാത്രം 40,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി നമ്മൾ. മുല്ലപ്പെരിയാർ വിഷയം ഒരിക്കലും സീസണലൊന്നുമല്ല. 324 മണിക്കൂറും 365 ദിവസവും നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. തിന്നുന്ന കുടിക്കുന്ന വെള്ളത്തിൽ പോയി. നാളെ ഒരു കാലത്ത് ഈ ഡാമിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിന് അക്കൗണ്ടബിൾ? തിന്മ കണ്ടിട്ടും തിന്മ അനുഭവിച്ചിട്ടും നാളെ തിന്മ തന്നെ സംഭവിക്കുമെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും പ്രതികരിക്കാത്ത ജനങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. 1924 ഇത് പാർഷ്യലായിട്ട് തകർന്നപ്പോൾ തന്നെ കേരളം മുഴുവനും ഡെവസ്റ്റേറ്റഡായി. ഇന്നാണെങ്കിൽ കേരളത്തിൽ 2 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. അതിൽ മോർ ദാൻ 1 lakhs ഈ ഡാമിൻ്റെ അടിയിലുള്ള ജില്ലകളിലാണ്. ഒരൊറ്റ ഫാക്ടറി, ഈതേൻ ഫാക്ടറി, ഒരു ഫാക്ടറി തകർന്നാൽ കേരളത്തിലെ മുഴുവനും ജനങ്ങളും ഭോപ്പാൽ ട്രാജഡി പോലെ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മഴക്കാലം വരുമ്പോൾ മാത്രം നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, മുല്ലപ്പെരിയാർ ഡാം. നമുക്കൊക്കെ ഇതൊരു സീസണൽ സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനു പുറകെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് വി ഹാവ് വിത്ത് us ദ പ്രസിഡന്റ് ഓഫ് സേഫ് കേരള ബ്രിഗേഡ്, അഡ്വക്കേറ്റ് റസൽ ജോയ് സർ. വെൽക്കം സർ. സർ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ മഴക്കാലം വരുമ്പോൾ മാത്രമാണ് എല്ലാവരും മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. അധികം ആരും അതിനപ്പുറത്തേക്ക് സംസാരിക്കാറില്ല. എന്നാൽ സാർ ഇതിൻ്റെ പുറകെ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സാറിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ ഡാമിൻ്റെ അവസ്ഥ? ഈ മഴക്കാലം എന്ന് പറഞ്ഞല്ല, ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഖജനാവിൽ പൈസ വേണ്ടേ? ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് അവിടെ വീടാന്തരം മീറ്റർ വെച്ച് ഇൻഡസ്ട്രീസിനൊക്കെ മീറ്റർ വെച്ച് കോടിക്കണക്കിന് രൂപ തമിഴ്നാട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിൽ നിന്ന്. കൃഷിയിൽ നിന്ന് മാത്രം 50,000 കോടി ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി 468 കോടി രൂപയുടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വേറെയും പല നേട്ടങ്ങളും ഈ വെള്ളത്തിൽ നിന്ന് അവരുണ്ടാക്കുന്നുണ്ട്. അത് സീസണലാണോ? ആണോ? നമ്മുടെ വെള്ളമല്ലേ? നമ്മുടെ സർക്കാർ അത്ര ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടക്കണം, അവർക്ക് പൈസ കൊടുക്കാനില്ലല്ലോ. ക്ഷേമ പെൻഷൻസ് കൊടുക്കാൻ എത്ര കഷ്ടപ്പെട്ട ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സീസണൽ സബ്ജക്റ്റ് ആണോ? നമുക്ക് കിട്ടാനുള്ള പൈസ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങണ്ടേ? യുവാക്കളെല്ലാം ഈ നാട് വിട്ടു പോകാനുള്ള കാരണം എന്താണ്? ഇവിടെ ജോലിയില്ല. ജോലി കിട്ടിയാൽ പോലും അവരുടെ പഠിപ്പിനോ കഴിവിനോ ഉള്ള ശമ്പളമില്ല. അതല്ലേ ഏത് യുവാവിൻ്റെയും യുവതിയുടെ ആഗ്രഹം എന്താണ്? നാട് വിട്ടു പോകണം എന്നുള്ളതാണ്. എന്തിനാണ് നാട് വിട്ടു പോണത്? ഒരു റിസോഴ്സസും ഇല്ലാത്ത യൂറോപ്പിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലും ഗൾഫ് കൺട്രികളിലൊക്കെ പോണത്. ഇവിടെ എല്ലാ റിസോഴ്സസും ഉണ്ട്. അപ്പോൾ ഇത് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറഞ്ഞൊരു സീസണൽ സബ്ജക്റ്റ് അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ മുല്ലപ്പെരിയാർ സബ്ജക്റ്റ് ഉണ്ട്. ഇന്ന് ഒരു 35 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഡയബറ്റിക് ആകും. കാർഡിയാക് അറസ്റ്റ് വരുന്ന യുവാക്കൾ, വൃദ്ധന്മാരല്ല ഇന്നും കൂടുതൽ മരിക്കുന്നത്, യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതെങ്ങനെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധം? അലിൻഷാക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കുഴഞ്ഞു വീണ് മരിക്കുന്നത് മുല്ലപ്പെരിയാറാണ്. വലിയ ബന്ധങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വെളിച്ചെണ്ണയാണോ? അല്ല. കരിയോയിൽ വരെയും വെളിച്ചെണ്ണയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ചെന്ന് 1 കിലോ ആപ്പിൾ വാങ്ങിച്ചിട്ട് പരിശോധിച്ചാൽ പെസ്റ്റിസൈഡ്സിൻ്റെ കണ്ടൻറ്റ് വളരെ 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 കൂടുതലാണ്.
ഇതുപോലുള്ള രോഗങ്ങൾ ഇത് മുല്ലപ്പെരിയാറായിട്ട് എന്താ ബന്ധം? ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്നത് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് ധാർഷ്ട്യത്തോടെ നമ്മളോട് പറയുന്ന ഒരു ഗവൺമെന്റ് തമിഴ്നാട്ടിലുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു പച്ചക്കറി വണ്ടിയോ പഴം വണ്ടിയോ പാല് വണ്ടിയോ ഇറച്ചി വണ്ടിയോ നമുക്ക് തടഞ്ഞ് പരിശോധിക്കാൻ പറ്റും. ഇപ്പൊ കാരണം എന്താ? മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞങ്ങൾ തരുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മളെ വേറൊരു സർക്കാർ അടിമകളാക്കി വെച്ചിരിക്കുന്നു. എല്ലാ രംഗത്തും നമ്മൾ അടിമകളാണ്. തിന്നുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ വരെയും ഈ മുല്ലപ്പെരിയാർ വിഷയം, അതിൽ നിന്ന് സമ്പാദിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം സമ്പാദിക്കുന്ന കോടികൾ കാരണം നമ്മൾ അടിമകളായി. ഇനി ഇവിടെ വേണ്ടത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ പറയണം. പണ്ട് ഗാന്ധി പറഞ്ഞില്ലേ, ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞില്ലേ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ ക്വിറ്റ് കേരള എന്ന് പറയണം. നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ഡാമിൻ്റെ ഭരണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് വേറൊരു സംസ്ഥാനമല്ല. ഇന്ന് തമിഴ്നാടിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടാം. 2018 തുറന്നു വിട്ടില്ലേ? 2018 തുറന്നു വിട്ട് എന്തുമാത്രം 40,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി നമുക്ക്. പ്രളയമുണ്ട്, ഇല്ല എന്നല്ല. പ്രളയം കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ 84 ഡാംസും യൂസ്ലെസ് ആയിപ്പോയി ഇല്ലേ? ഡാമിൻ്റെ ഉദ്ദേശം തന്നെ പ്രളയം തടയുക എന്നുള്ളതാണ്. അതിലും നമ്മൾ പരാജയപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് മുല്ലപ്പെരിയാർ വെള്ളം വന്ന് നമ്മളെ നശിപ്പിച്ച് 40,000 കോടി രൂപ നമുക്ക് നഷ്ടമുണ്ട്. ആരെങ്കിലും കോമ്പൻസേറ്റ് ചെയ്തോ? തമിഴ്നാട് സർക്കാർ കോമ്പൻസേറ്റ് ചെയ്തോ? സെൻട്രൽ ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്തോ? തന്നില്ലല്ലോ. ഇത് മുഴുവനും ബേർഡനായിട്ട് നിങ്ങളെ പോലെയുള്ള യുവാക്കളുടെ മേലെ നികുതി ഭാരമായിട്ട് വരാണ്. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ രൂപത്തിലും നിങ്ങൾ വാങ്ങുന്ന സകലതിൻ്റെയും രൂപത്തിലും. മുല്ലപ്പെരിയാർ വിഷയം ഒരിക്കലും സീസണലൊന്നുമല്ല. 324 മണിക്കൂറും 365 ദിവസവും നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. തിന്നുന്ന കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇതൊരിക്കലും സീസണലല്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നതും സീസണലായി പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പൊട്ടുന്ന കാര്യം മാത്രം പറയുമ്പോഴാണ്, പൊട്ടുന്ന കാര്യം പറയുന്നതാണ്. ഇപ്പൊ സുപ്രീം കോടതിയുടെ പുതിയ ഡിസിഷൻ വന്നില്ലേ? കഴിഞ്ഞ 13-ാം തീയതി എന്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. ഒക്ടോബർ 13. അന്ന് എനിക്ക് കിട്ടിയ ഉത്തരവെന്ന് പറയണത് എന്താണ്? ഈ ഡാം പൊളിക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയണമെന്നാ ഉത്തരവ്. അതിലേക്കായിരുന്നു എന്റെ അടുത്ത ചോദ്യം. ആക്ച്വലി ആ ഒരു ഇമ്മീഡിയറ്റ് നോട്ടീസ് എനിക്ക് തോന്നുന്നു കേരള സർക്കാരിന് മാത്രമല്ല തമിഴ്നാട് സർക്കാരിനും സെൻട്രൽ ഗവൺമെന്റിനും പോയിട്ടുള്ള ഇമ്മീഡിയറ്റ് നോട്ടീസ് ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു ഉള്ളടക്കം? എന്തായിരുന്നു അതിലുള്ള ഒരു കോഷൻ? എന്തായിരുന്നു? അതായത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും വാദിക്കേണ്ടി വന്നിട്ടില്ല. കോടതിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കോടതിക്കെന്നല്ല, ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഡാമിന്റെ പഴക്കം 130 വർഷം. മുല്ലപ്പെരിയാർ ഡാം ഈസ് ഡിസൈൻ ഫോർ ഓൺലി 50 years. അത് നിർമ്മിച്ച എഞ്ചിനീയർ തന്നെ പറഞ്ഞതാണ്. എത്ര 50 കഴിഞ്ഞ്? അപ്പോൾ ഇപ്പോഴും അവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അടിമകൾ മാത്രമല്ല, വിഡ്ഢികളും കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാം നമ്മുടെ തലയ്ക്ക് മേലെ കീപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത്. ലോകത്തിൽ ബോധമുള്ള ആരെങ്കിലും 130 വർഷം പഴക്കമുള്ള ഒരു ഡാം തലയിൽ വെച്ചുകൊണ്ടിരിക്കും? ഇനി ഏതാണ്ടൊക്കെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതി ഇങ്ങനെ പറയാൻ കാരണം. മനസ്സിലായ? ഏതാണ്ടൊക്കെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. 1924 ഇത് പാർഷ്യലായിട്ട് തകർന്നു പോയതാണ്. അന്ന് 4.58 ലക്ഷം രൂപ കൊടുത്ത് റീകൺസ്ട്രക്ട് ചെയ്യുക ചെയ്ത് മുല്ലപ്പെരിയാർ ഡാം. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയൂലേ, അത്. അപ്പോൾ അന്നത്തെ 4.58 എന്ന് പറയുമ്പോൾ ഇന്നത്തെ 232 കോടിയാണ്. അത്രയും ഉപയോഗിച്ചാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒന്ന് പരിശോധിച്ചിട്ട് എത്ര നാളായി? മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് ഒരു സയൻറ്റിഫിക് എക്സാമിനേഷൻ നടത്തി എന്ന് പറയണ്. ശരിക്കും പറഞ്ഞാൽ എക്സാമിനേഷൻ നടത്തി, റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ കറന്റ്ലി ഇപ്പോ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഡാം പരിശോധിച്ചത് 40 വർഷം മുമ്പാണ്. അന്ന് ഒരു റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് 300ഓളം വീഡിയോസ് എടുത്തതിൽ 10-12 കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളൂ. ബാക്കി ഇത് ഡാം ഒരു ഡേഞ്ചറസ് ഡാമാണ്, അത് എപ്പോൾ വേണമെങ്കിലും തകരാം എന്ന് കാണിക്കുന്ന ബാക്കിയുള്ള 280ഓളം അല്ലെങ്കിൽ 85ഓളം
വീഡിയോ ക്ലിപ്പിംഗ്സ് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. എന്നിട്ട് ഈ സുപ്രീം കോടതി പറഞ്ഞെന്താണ്, അന്നത്തെ എംപവേർഡ് കമ്മിറ്റി ഡാം സയൻറ്റിഫിക്കലി എക്സാമിൻ ചെയ്ത് റിപ്പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഡാം ഈസ് സ്ട്രക്ചറലി, ഹൈഡ്രോളജിക്കലി ആൻഡ് സീസ്മിക്കലി ഒരു പ്രോബ്ലം ഇല്ല എന്നാണ്, സേഫ് ആണെന്നാണ്. എന്നാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഈ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഒരു മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണ്, അൺസയന്റിഫിക് ആണെന്ന് സുപ്രീം കോടതിയിൽ എണ്ണമിട്ട് തെളിവുകളോടെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാനിപ്പുലേറ്റഡ് ഫേക്ക് അൺസയന്റിഫിക് റിപ്പോർട്ട് വെച്ച് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഡാം ഈസ് സേഫ് എന്ന് കണ്ടെത്തുന്ന ക്രിയയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവർക്ക് ആരൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് ജനങ്ങൾ ആലോചിച്ചോ? ഇവരെ നിയോഗിച്ചത് സുപ്രീം കോടതിയുടെ പരമോന്നത ബെഞ്ച് ഇവരെ നിയോഗിച്ചു. ഇവരിങ്ങനെ ഒരു മാനിപ്പുലേറ്റർ റിപ്പോർട്ട് കൊടുത്തു. അതിനെ സഹായിച്ചത് ഗവൺമെന്റുകൾ ആരൊക്കെയാണ്, ആളുകൾ ആരൊക്കെയാണെന്ന് ജനങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നികുതി പണം വെച്ചിട്ട് ഈ കളിയെ നമുക്കൊരു ഉത്തരവാദിത്വമല്ലേ? നികുതി കൊടുക്കാൻ മാത്രമുള്ള യന്ത്രങ്ങളാണോ? എന്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാണ് ഈ രാജ്യത്തെ തൊഴിലാളികളും ഈ രാജ്യത്തെ കർഷകരും മറ്റ് മാർജിനലൈസ്ഡ് ആൾക്കാരും കൂടി വരേണ്യ വർഗത്തെ തീറ്റി പോറ്റുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഞങ്ങളുടെ പണം വെച്ച് ഞങ്ങളുടെ തലയിൽ ഒരു ഡിറ്റോറേറ്റഡ് ഡാം വെച്ചിട്ട് ഞങ്ങളെ കൊല്ലാമെന്ന് ഇരിക്കുന്ന ഗവൺമെൻറ് ഈ പാവപ്പെട്ടവർക്ക് യാതൊരു പിന്തുണയും ഇല്ല, ഒരുത്തൻ്റെയും. ഇവർ മരിച്ചുപോയി എന്ന് വിചാരിക്കട്ടെ, കേരളത്തിലെ 4.5 കോടി ജനങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കട്ടെ, ആർക്കെന്ത് പോയി എന്നാണ്? കുറേ നാൾ കഴിഞ്ഞ് വല്ല ചരിത്ര ഗവേഷകന്മാരോ അല്ലെങ്കിൽ ഒരു പുരാവസ്തുക്കാരോ വന്നിട്ട് നോക്കും, ജീവിക്കാൻ പറ്റൂലാത്ത കേരളം സർവ്വസമ്പന്നമാണ്. റിസോഴ്സസിൻ്റെ കാര്യത്തിൽ, പ്രകൃതിയുടെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാം സർവ്വസമ്പന്നമായ ഒരു പ്രദേശം. മനുഷ്യനോ പക്ഷികൾക്കോ ജീവികൾക്കോ ജീവിക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്ന് അധികം നാളെ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് അന്വേഷിക്കും ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ മതി ഇത് മണ്ണിൽ പുല്ല് പോലും മുളയ്ക്കാതെ ഈ നാട് നശിക്കാൻ, തകർത്താൽ മതി. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു കൺസ്ട്രക്ഷനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കർവ് ഡാം അല്ലെങ്കിൽ ബെൻ ഡാമിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ഈ പറഞ്ഞ ഇഷ്യൂസ്, അതായത് ഇടയ്ക്ക് അതിൽ വിള്ളലോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു സ്ട്രെങ്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം വന്നപ്പോൾ നമ്മുടെ അധികൃതർ ഇടപെട്ട് അതിലൊരു സ്ട്രെങ്തനിങ് നടത്തി എന്ന് പറയപ്പെടുന്നു. അതായത് കേബിൾ ആങ്കറിങ് അല്ലെങ്കിൽ എക്സ്ട്രാ കോൺക്രീറ്റിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഗാലറീസ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ എത്രത്തോളം ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് സാർ വിശ്വസിക്കുന്നത്? അതല്ലേ മാനിപ്പുലേഷൻസ് ഞാൻ പറഞ്ഞത്, അതിലൊക്കെ മാനിപ്പുലേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കേബിൾ ആങ്കറിങ് ചെയ്യാൻ വന്ന കമ്പനി അവർ ശരിക്കും പറഞ്ഞാൽ കേബിൾ ആങ്കറിങ്ങിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രഷർ ഗ്രൗട്ടിങ്. ഓക്കെ. അപ്പൊ അത് പ്രഷർ ഗ്രൗട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് സമ്മതിച്ചില്ല. അതായത് ചെയ്യാൻ വന്ന കമ്പനി സമ്മതിച്ചില്ല എന്നാണ്? സമ്മതിച്ചില്ല. ഓക്കെ. അവർ തയ്യാറായില്ല. കാരണം എന്താ? പ്രഷർ ഗ്രൗട്ടിങ് നടത്തി അന്നേരം തന്നെ ഡാം വീഴും. അതുകൊണ്ടാ. അപ്പൊ കുറെയൊക്കെ കമ്പി ഇറക്കി, കേബിൾ ആങ്കറിങ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഡാമിന്റെ ബേസ് വരെ തുരന്ന് കമ്പി ഇറക്കി പ്രഷർ ഗ്രൗട്ട് ചെയ്ത് ഉറപ്പിക്കണമെന്നാണ്. അപ്പൊ പ്രഷർ ഗ്രൗട്ടിങ് ഇല്ല. പിന്നെ കുറെ കമ്പി ഇറക്കിയോ? ആർക്കറിയാം എവിടം വരെ ഇറക്കി? പരിശോധിക്കപ്പെടേണ്ടതാണ് അതെല്ലാം. ഈ ഡാമിന്റെ ബേസ് വരെ കമ്പി ചെന്നിട്ടുണ്ടോ എന്ന് അതാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് കമ്പി ഇറക്കിയെന്ന് വിചാരിക്കുക, പ്രഷർ ഗ്രൗട്ടിങ് ചെയ്തിട്ടില്ല. സിമെന്റ് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സുർക്കിയും പോയി പൊള്ളയായി നിൽക്കുന്ന ഈ ഡാമിൽ കുറെ സിമെന്റ് കലക്കി വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രെങ്തൻ ആവുന്നതായി പറയുന്നത്. ഇനി ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഫ്ലോലെസ് മെത്തേഡും ലോകത്തിൽ ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ഫ്ലോലെസ് ടെക്നോളജി ഇല്ല ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ പെനിക്കോക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ തന്നെ ഡാം വിണ്ട് കീറിയതാ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ തകർച്ചയൊന്നുമല്ല. പെനിക്കോക്ക് ഈ പറഞ്ഞ മേസൺട്രി ഗ്രാവിറ്റി ഡാം പണിത് അതിൽ വെള്ളം നിറച്ചപ്പോൾ തന്നെ പൊട്ടൽ വീണു. അത് ഇന്നുണ്ട്.
അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് കല്ല് കുത്തിക്കയറ്റി വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കണതല്ലാണ്ട് അത് പെർഫെക്റ്റ്ലി ക്യൂർഡ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നവരെ. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം കൊളാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡിസ്ട്രിക്ട്സിനെ ആയിരിക്കും അത് മേജർലി അഫക്ട് ചെയ്യുക? എത്രത്തോളം ദുരന്തം നമുക്ക് കേരളത്തിൽ അനുഭവിക്കേണ്ടി വരും? അത് നമുക്ക് എക്സാമ്പിൾ ഉണ്ടല്ലോ. 1924 ഇത് പാർഷ്യലായിട്ട് തകർന്നപ്പോൾ തന്നെ കേരളം മുഴുവനും ഡെവസ്റ്റേറ്റഡ് ആയി, അനിഹിലേറ്റഡ് ആയി. കേരളം ഇല്ല. അപ്പൊ അന്നത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അന്ന് ഈ ഡാം മാത്രമേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ 14 ഡാംസ് ഒന്നുമില്ല, കേരളത്തിൽ 84 ഡാംസും ഇല്ല. ആകെ കേരളത്തിൽ ഈ ഡാം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നത്തെ ബിൽഡിങ്സ് ഒക്കെ, പള്ളി പോലും വൈക്കോലും പുല്ലും ഒക്കെ വെച്ച് മേഞ്ഞ പള്ളികളായിരുന്നു. വീടുകളും ഏറെക്കുറെ അങ്ങനെ തന്നെ, അപൂർവം കൺസ്ട്രക്ഷനാണ് നല്ലതുള്ളൂ. അപ്പൊ ഇന്നാണെങ്കിൽ കേരളത്തിൽ 2 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്, മോർ ദാൻ 2 lakhs. അതിൽ മോർ ദാൻ 1 lakhs ഈ ഡാമിൻ്റെ അടിയിലുള്ള ജില്ലകളിലാണ്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ്. ഈ എറണാകുളം ജില്ല ഡയറക്ട്ലി അണ്ടർ ദിസ് ഡാം, അവിടെ ഏകദേശം 700-ന് മേലെ ഫാക്ടറികളുണ്ട്. അതിൽ ഏതൊക്കെ പെടും? കൊച്ചിൻ ഓയിൽ റിഫൈനറി, BPCL, TCCL, LME ടെർമിനൽ, ഇങ്ങനെ പല മേജർ ഫാക്ടറീസും ഇതിൻ്റെ അടിയിലുണ്ട്. അതിൽ ഈഥെയ്ൻ അല്ലെങ്കിൽ മീഥെയ്ൻ, ബെൻസീൻ, ഹൈഡ്രജൻ ഇങ്ങനെയുള്ള ഗ്യാസസ് ലിക്വിഡ് രൂപത്തിലും ഗ്യാസ് രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ഫാക്ടറി, ഈഥെയ്ൻ സ്റ്റോർ ഹൗസ് ഉള്ള ഒരു ഫാക്ടറി തകർന്നാൽ കേരളത്തിലെ മുഴുവനും ജനങ്ങളും ഭോപ്പാൽ ട്രാജഡി പോലെ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് തമിഴ്നാട് അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിക്കുമോ? ഗ്യാസ് പോകുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ വീഴും, ഭോപ്പാൽ ട്രാജഡി പോലെ. തൊട്ട് മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുമ്പോൾ ഉടനെ തന്നെ നമ്മളും വീഴും. ഈ ആളുകൾ ബോധമില്ലാണ്ട് ഇനിയും ഇരുന്നാൽ നമ്മളുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ചരിത്രത്തിൽ ഇങ്ങനെ കുറേ വിഡ്ഢികൾ, കുറേ ജനങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അവരെയൊക്കെ പ്രകൃതി തന്നെ മണ്ണിട്ട് മൂടി, കുറേ പെട്രോളും ക്രൂഡ് ഓയിലും അതും ഇതൊക്കെ കോരി ഒഴിച്ച് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിക്കളഞ്ഞ കുറേ വിഡ്ഢികൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ചരിത്രം പറയേണ്ട അവസ്ഥ വരും. ഇപ്പോൾ പ്രതികരിക്കണം, ഏതാണ്ടൊക്കെ ലക്ഷണം കണ്ടു തുടങ്ങി. ഒരു സയൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ പൂച്ചേനെ പട്ടീനെ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് മനസ്സിലാവും മുല്ലപ്പെരിയാറിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ. മനുഷ്യന് മനസ്സിലാവില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് അവർ കാണിക്കും, അതിൻ്റെ റെസ്പോൺസസ് കാണിക്കും. അവരെ വാച്ച് ചെയ്യാനാണ് ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. 2020 ശേഷമുള്ള ചില സ്റ്റഡീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് അക്കോർഡിംഗ് ടു 2023 ആർട്ടിക്കിൾ CWC ആൻഡ് സൂപ്പർവൈസറി കമ്മിറ്റി. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറുതായിട്ട് അത് ചോദിച്ച ചോദ്യത്തിനാണ് ഈ മേസൺറി ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, ഗ്രാവിറ്റി ഡാം പറഞ്ഞു. അതെ, ഇതല്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഡാംസ് അല്ല. ബ്രിട്ടീഷുകാർ പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. കനേഡിയൻസും അമേരിക്കൻസും ഫോറിനേഴ്സ് ഒക്കെ പല രാജ്യങ്ങളിലും ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 90% മേസൺറി ഗ്രാവിറ്റി ഡാംസ് തന്നെയാണ്. ഈ തകർന്ന ഡാമുകളിലും പകുതി ഇതാണ്. ഇന്ത്യയിൽ തന്നെ 50ഓളം ഡാമുകൾ തകർന്നതിൽ പകുതി മുക്കാലും മേസൺറി ഗ്രാവിറ്റി ഡാംസ് തന്നെയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ പണിത്, ബ്രിട്ടനിൽ പോലും പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പണിതായാലൊന്നും വെള്ളത്തിൽ പണിയുമ്പോൾ ബ്രിട്ടീഷുകാരനൊന്നും നോട്ടമൊന്നുമില്ല. ബ്രിട്ടീഷുകാരാണോ പണിയുന്നത്, നമ്മളാണോ പണിയുന്നത്, അല്ലെങ്കിൽ കനേഡിയൻ എഞ്ചിനീയേഴ്സാണോ? വെള്ളത്തിൽ മര്യാദക്ക് പണിതില്ലെങ്കിൽ ഒറ്റ ദിവസം നിൽക്കൂല, പിറ്റേ ദിവസം തന്നെ ഒലിച്ചു പോകും. ഈ പെനിക്കൊക്കെ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ തന്നെ 2 പ്രാവശ്യം ഒലിച്ചു പോയതാണ്. ഇനി ചോദിച്ചു, അതായത് ചില സ്റ്റഡീസ് ആണ് ഇപ്പോൾ എൻ്റെ റിസർച്ചിൽ എനിക്ക് കാണാൻ പറ്റിയത്. അതായത് 2023 ആർട്ടിക്കിൾ CWC ആൻഡ് സൂപ്പർവൈസറി കമ്മിറ്റി അണ്ടർ സുപ്രീം കോർട്ട്, അതുപോലെ തന്നെ തമിഴ്നാട് റിപ്പോർട്ട് ടു സുപ്രീം കോർട്ട് 2022, അതുപോലെ CWCയുടെ ആനുവൽ റിപ്പോർട്ട് 2021-22. ഇതൊക്കെ 2020 ശേഷം വന്ന കുറച്ച് സ്റ്റഡീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് നമ്മുടെ ഡാം 100% സേഫ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 135-136 അടിയിൽ നിന്ന് 142 വരെ വലിയ പ്രശ്നമില്ല, ജലനിരപ്പ് വന്നാലും പ്രശ്നമില്ല എന്നാണെന്ന് തോന്നുന്നു ഈ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. എസ്പെഷ്യലി ഡാം സേഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് ഒക്കെ മാനിപ്പുലേറ്റഡ് ആണെന്നാണോ സർ പറയുന്നത്? പിന്നെ ആബ്സല്യൂട്ട്ലി യെസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഞാൻ എണ്ണി സുപ്രീം കോടതിയിൽ തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം പറയാം. ഇവരുടെ ഈ PMF ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMF ഫിക്സ് ചെയ്യണമെങ്കിൽ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 10,000 വർഷത്തെ ഫ്ലഡാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ. UK
1000 തൊട്ട് 3000 വർഷത്തെ ഫ്ലഡ് കണക്കിലാക്കും. ഇവിടെ കണക്കിലെടുത്തിരിക്കുന്നത് 100 വർഷത്തെയാണ്. അവിടെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടേ. 100 വർഷത്തെ ഫ്ലഡ് ഇവർ കണക്കിലെടുത്തിട്ടുള്ളൂ, അതിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലഡ് നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1924 99 വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്. അതെടുത്തിട്ടില്ല. 1943 ഫ്ലഡാണ് PMF ഫിക്സേഷൻ എടുത്തത്. അപ്പോൾ അതിൽ തന്നെ ഇവർ 6003 കൊമെക്സാണ് PMF ആയിട്ട് ഫിക്സ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഡാമിൻ്റെ എൻ്റെ സ്ട്രക്ചർ മാറും. 157.2 അടി പൊക്കം വേണം ഡാമിന്. മനസ്സിലായ? 157.2 അടി പൊക്കം ഇല്ലാത്തത് കൊണ്ട് ഇവർ കുറച്ച് പൊക്കം അഡ്ജസ്റ്റ് ചെയ്തത് പാരപ്പറ്റ് വാള് പണിതിട്ടാ. പാരപ്പറ്റ് വാള് സയൻറ്റിഫിക്കലി നോട്ട് ഫ്രീ ബോർഡ് ആവില്ല ഒരിക്കലും. ഫ്രീ ബോർഡ് വേണം, 2 മീറ്ററോളം ഫ്രീ ബോർഡ് വേണം. അത് പറ്റത്തില്ല. ഇവരെടുത്ത 6003 ക്യുമെക്സ് എന്ന് പറയുന്ന PMF ആണെങ്കിൽ പോലും ഈ ഡാം ഇങ്ങനെ നിലനിർത്താനാവില്ല. ആ ഒരു റോങ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ബാഡ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഡാം സേഫാന്ന് പറയുന്നത്. ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവരുടെ ഈ റിപ്പോർട്ട്സ് ഫേക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെനിക്ക് പറയാനുള്ളത് പണത്തിന്റെ മേലെ പരുന്തും പറക്കൂല എന്നുള്ളത് മാത്രമാണ്. അതിനോടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് മാനിപ്പുലേറ്റഡ് ആണ് എന്ന് പറയപ്പെടുന്നു. ആരാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്ത് ഉപയോഗമാണ് വരുന്നത്? കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന അധികൃതരായിക്കോട്ടെ, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇപ്പോൾ ഏതോ ആയിക്കോട്ടെ, അപ്പോൾ അവരും താമസിക്കുന്ന നാടാണ്, അവരുടെയും നാടാണ്, അവരുടെയും കുടുംബാംഗങ്ങൾ ഉണ്ടാവാം, അവരുടെയും ബന്ധുമിത്രാദികൾ ഉണ്ടാവാം. അപ്പോൾ സ്വയം ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ സാർ? എല്ലാവരും അഴിമതിക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കാനും ഞാൻ തയ്യാറല്ല. ഒരുപാട് രാജ്യസ്നേഹവും ജനസേവനവും നടത്തുന്ന രാഷ്ട്രീയക്കാർ ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതെ അതെ. അങ്ങനെയുള്ളവര് അവരവരുടെ പാർട്ടി വേദികളിൽ ഈ വിഷയം ഉന്നയിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് പറയാനേ ഞാനുള്ളൂ. അഴിമതിക്കാര് കുറച്ചു പേരേ ഉള്ളൂ, അവര് മതി. ഈ എൻ്റയർ ഇപ്പോൾ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനമാണ്, താഴത്തെ കിടന്നോട്ട് മുകളിൽ വരെയുള്ള സംവിധാനമാണ്. അതിൽ ഈ പണം സമ്പാദിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അവരങ്ങനെ വൃത്തികേട് കാണിക്കുന്നത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് പാർട്ടിയെ നേരെയാക്കാനായിട്ട് പാർട്ടിയുടെ പ്രവർത്തകർക്കും അണികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതവർ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഈ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടിൽ പാർട്ടിക്കാരൊന്നും അല്ല ഉണ്ടായിരുന്നത്. എംബോർഡ് കമ്മിറ്റിയിൽ പാർട്ടിക്കാരല്ല, 3 ജഡ്ജസാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് AS ആനന്ദ്, AR ലക്ഷ്മണ, പിന്നെ KT തോമസ്, ഇങ്ങനെ 3 ജഡ്ജിമാരും 2 ടെക്നിക്കൽ എക്സ്പേർട്സും. അത് വൺ മിസ്റ്റർ തട്ടെ ആൻഡ് 1 മിസ്റ്റർ മേത്ത. ഇവരിൽ ആരാണ് ഈ മാനിപ്പുലേഷൻസിന് കൂട്ടുനിന്നതെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രം മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യനും അതെയാണ്. തട്ടെ ആൻഡ് മെഹ്ത്ത എന്ന് പറയുന്നത് അവർ വൺ ഓഫ് ദ ബ്രില്യൻറ്റ്, ഇപ്പം നമ്മൾ നാഷണൽ ലെവലിലല്ല വേൾഡ് വൈഡ് ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്, അവർ ഡാം സ്പെഷ്യലിസ്റ്റ് ആണ്. സോ അവരുടെ റിപ്പോർട്ടിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഈ ഡാം സേഫ് ആണെന്നാണ്. അത് നമ്മൾ കേരള സ്റ്റേറ്റ് ഗവൺമെന്റോ ആരും നിയമിച്ച ഒരു 2 പേരല്ല, അത് സുപ്രീം കോടതി നിയമിച്ച അവർ അപ്പോയിന്റ് ചെയ്ത 2 പേരാണ്. സോ അവരുടെ റിപ്പോർട്ടിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ? പറയുന്നതല്ല, വിത്ത് എവിഡൻസ്. വിത്ത് എവിഡൻസാ പറയാം. വെറുതെ ഇരുന്ന് എനിക്ക് സുപ്രീം കോടതിയിൽ പോയി പറയാൻ പറ്റുമോ? എനിക്ക് സുപ്രീം കോടതിയിൽ വെറുതെ പോയി പറയാൻ പറ്റുമോ? വിത്ത് എവിഡൻസാ പറയുന്നത്, എണ്ണി പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ PMFന്റെ കാര്യം 1 എക്സാമ്പിളേ പറഞ്ഞത്. അതുപോലെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, ഒത്തിരി എക്സാമ്പിൾസ്. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാവില്ല, അത് സയൻസാണ്, അതുകൊണ്ടാണ്. അപ്പം ഇവരിപ്പോ പറഞ്ഞല്ലോ തട്ടെ മേത്തെ എക്സ്പെർട്ടാണെന്ന്. അവരോട് ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഡീകമ്മീഷൻ ചെയ്തിട്ടില്ല. ദേ ആർ ഓൺലി സിവിൽ എഞ്ചിനീയേഴ്സ്. ഡാം എഞ്ചിനീയറിംഗ് ഇപ്പം നമ്മുടെ ജനങ്ങൾക്കൊരു പൊതുവെ ധാരണയുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഡാം എഞ്ചിനീയറിംഗ് എന്ന്. അല്ല, ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സും വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകളും വേണം. അങ്ങനെ ഒരു പാനലായിരിക്കണം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഡീകമ്മീഷൻ ചെയ്യേണ്ടതും. അങ്ങനെയൊന്നുമല്ല. ഇവർ എക്സ്പെർട്ടാന്ന് പറയാനായിട്ട് ഇവർ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനും സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ ഒരു മെമ്പറും ആയിരുന്നു 2 പേരും. അവർക്ക് വലിയ എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ല ആക്ച്വലി. ഇനി അവരുടെ കാര്യം പറഞ്ഞ CWC, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അവർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്നു പോയില്ലേ?
ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വിധം ലോ അമെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ഇവർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡാം തകർന്ന് ലക്ഷങ്ങൾ മരിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹു വിൽ ബി റെസ്പോൺസിബിൾ? റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേലെ വരണം. അപ്പോൾ ഇവർ നേരെ ചൊവ്വ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ചെയ്യില്ല. അതിന് റെസ്പോൺസിബിലിറ്റിക്ക് വെറുതെ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ റെസ്പോൺസിബിൾ ആണെന്നല്ല. ഇതുപോലെയുള്ള ഞാൻ ഈ PMF പറഞ്ഞുള്ള സയൻറ്റിഫിക് ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ഫേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആവണം. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ? ഈ ഒരു ദുരന്തം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ? സിമ്പിൾ അല്ലേ? ഒരു ഡാമിന് പകരം വേറൊരു ഡാം ഉണ്ടാക്കിയാൽ പോരെ? എന്താ ബുദ്ധിമുട്ട്? ഉണ്ടാക്കാൻ കഴിയുക? അത് ഞാനല്ലല്ലോ പറയേണ്ടത്. ഇവിടെ 84 ഡാംസ് ഉണ്ടാക്കിയവർക്ക് പറഞ്ഞുകൂടേത്? മനസ്സിലായ? അതിനുള്ള എക്സ്പേർട്സ് ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് എന്നുള്ളത്, റിലയബിലിറ്റി സയൻസ് എന്നുള്ളത്. അപ്പോൾ അവർ വന്ന് പരിശോധിച്ച് ഡാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള DPR കൊടുത്തോളും. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് പറയേണ്ടത്? ഡാമാണ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ. വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതും അവർ പറയും. നമ്മൾ ഈ വിഡ്ഢികൾ ഇവിടെ ഇരുന്നുകൊണ്ട് കുഴലുണ്ടാക്കാം, മറ്റതുണ്ടാക്കാം, ടണലുണ്ടാക്കാം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ട്. നമുക്കെന്ത്? നമ്മൾ സ്കൂളിൽ പോകാത്ത ഭൂരിപക്ഷം ആളുകൾ ഇരുന്നിങ്ങനെ പറയാണ്. ഒരു എൻജിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ അടുത്തോടെ പോയിട്ടില്ല. മലയാളം MA കാരനും ഇംഗ്ലീഷ് MA കാരനും ഒക്കെയാണ് ഡാമിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ നാട്ടിലിരുന്ന് അങ്ങോട്ട് പറയുക ചുമ്മാ. ഒരു സയൻറ്റിഫിക് നോളജും ഇല്ലാണ്ട് അത് ചെയ്യാം, ഇത് ചെയ്യാം, കുഴലുണ്ടാക്കാം, ടണലുണ്ടാക്കാം, മറ്റതുണ്ടാക്കാം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തമിഴ്നാട് നമ്മളോട് ചോദിച്ചോ? നമ്മളോട് ഈ കേരളത്തിലെ ഈ വിഡ്ഢികളോട് ചോദിച്ചോ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അവരോട് മിണ്ടാതിരിക്കാല്ലേ. അവർ സുപ്രീം കോടതിയിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്ന പോലെ ഒന്നും അല്ല. നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നത് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും തമിഴ്നാട് ജയിച്ചോട്ടെ എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്. സ്ട്രോങ് ആയിട്ട് ഡീകമ്മീഷൻ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവാത്തത് എന്താ? ഈ 130 വർഷം പഴക്കമുള്ള ഡാം എടുത്ത് മാറ്റി ഞങ്ങൾക്ക് പുതിയ തമിഴ്നാടിന് വെള്ളം വേണമെങ്കിൽ അവർ തിരുവനന്തപുരത്ത് വന്ന് പറയട്ടെ എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എന്താണ്? ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞു സുപ്രീം കോടതിനെ പോലും സാർ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എത്രത്തോളം പോസിബിൾ ആണ് സാർ നമ്മുടെ അല്ലെങ്കിൽ സാറിൻ്റെ ഈ ഒരു വാദം ജയിക്കാനായിട്ട്? ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞാൻ ജയിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ ഏറെ നാൾ മൂടി വയ്ക്കാനാവില്ല. മനസ്സിലായ? അത് പണമിട്ട് മൂടിയാലും എന്തിട്ട് മൂടിയാലും ഏറെ നാൾ സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റില്ല. സത്യം പുറത്തു വരാനുള്ള സമയമായി. മനസ്സിലായ? അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്ര പോസിറ്റീവായിട്ട് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന് കേരള സർക്കാർ എന്ത് മറുപടി പറയുന്നു എന്നുള്ളതാണ്. ഈ ചാനലിലൂടെ നിങ്ങൾ കൊടുക്കേണ്ട സന്ദേശം അതാണ്. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിൽ കൗണ്ടർ അഫിഡവിറ്റ് കേരള സർക്കാർ എങ്ങനെ ഫയൽ ചെയ്യുന്നു, അത് കേരളത്തിലെ ജനങ്ങൾ നോക്കിയിരിക്കണം. അതാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട്, ലോക മലയാളികളോട് എനിക്ക് പറയാനുള്ളത്. റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് എന്തായിരിക്കും എന്ന് നിങ്ങൾ പരിശോധിക്കും. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ എംപവേർഡ് കമ്മിറ്റിയുടെ മാനിപ്പുലേഷൻസ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേരള സർക്കാരിന് എന്താ പറയാനുള്ളത് എന്നും ജനങ്ങൾ അറിയണം. എങ്ങനെ എൻ്റെ കേസിനെ കേരള സർക്കാർ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തിൽ കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഉണ്ട്. അമേരിക്കയിലൊക്കെയാണ് ഈ ഡാമിൻ്റെ കാര്യം അറിയാനാണെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി. മനസ്സിലായ? ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റമായിട്ട് എല്ലാ ഡാമിൻ്റെയും പ്രവർത്തനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അവൈലബിൾ ആക്കി വെച്ചിട്ടാണ് അവിടെ ഓരോ ഡാമും പ്രവർത്തിക്കുന്നത്. മനസ്സിലാ? അങ്ങനെ ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം മുല്ലപ്പെരിയാറിൽ വേണം, ഇടുക്കിയിൽ വേണം, ലോവർ പെരിയാറിൽ വേണം, എല്ലാ ഡാംസിലും വേണം. എന്തുകൊണ്ട് കേരള സർക്കാർ അത് ചെയ്യുന്നില്ല? തമിഴ്നാട് ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല? അവരെ ചെയ്യിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല? ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് മാക്സിമം പോലെ ഒരു 50 വർഷം നിൽക്കുമെന്നാണ് സർ പറഞ്ഞത്. അപ്പോൾ അതാണ് കേസെങ്കിൽ നമുക്ക് ഓരോ 50 വർഷം കൂടുമ്പോഴും ഇതുപോലൊരു വലിയ ഡാം നമുക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കണ്ടേ? സ്ട്രെങ്തനിങ് എന്ന് പറയുന്നൊരു കാര്യം പോസിബിളേ അല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ അവിടെ വരിക? അല്ല, ഡാമിന് മൊത്തത്തിൽ ഡാം കൺസ്ട്രക്ഷൻ ഞാൻ എതിരാണ്. കേരളത്തിൽ ഡാംസേ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ
ഒരു ഡാമാണ് പോസിബിൾ സൊല്യൂഷൻ എന്ന് സയൻറ്റിസ്റ്റുകൾ പറയുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് ജീവൻ അതിനേക്കാളും വലുതേ. മനസ്സിലായോ? 50 വർഷം കഴിയുമ്പോൾ പൊളിച്ചു കളയണം. 50 അല്ല, അമേരിക്കയിലൊക്കെ 40 വർഷം കഴിയുമ്പോൾ പൊളിച്ചു കളയും. 40 വർഷം അല്ലെങ്കിൽ 50 വർഷമായിരുന്നോട്ടെ ഇവിടെ. 50 വർഷം കഴിയുമ്പോൾ ഡാം അങ്ങ് പൊളിച്ചു കളഞ്ഞ് വേറെ ഒരെണ്ണം പണിയാൻ നോക്കണം. അന്നത്തെ കാലത്ത് ഈ 50 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിന് ഈ വെള്ളമൊന്നും ആവശ്യമായിട്ട് വരില്ല. അവർ കടലിൽ നിന്ന് വെള്ളം എടുത്ത് അവർ കുടിക്കാൻ നോക്കും. അതിനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോഴേ ഡെവലപ്ഡ് ആണ്. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് ഡാമൊന്നും തന്നെ ലോകത്ത് ആവശ്യം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ലോകത്തുനിന്ന് പോയി. മനസ്സിലായ? സോളാറുണ്ട്. ഇപ്പം ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പുലർകാലത്തെ വെളിച്ചമില്ലേ, ആ വെളിച്ചം ഒന്ന് ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് ആ വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാലൻസ് വൈദ്യുതി സർക്കാരിലേക്ക് കൊടുക്കുന്നു, വിൽക്കുന്നു. ഇവിടെ നിങ്ങൾ പുറത്തേക്ക് ഇടുന്നില്ലേ, സൂര്യാഘാതം ഉണ്ടാകും എന്ന് പറയുന്ന നാടാണ്. വേസ്റ്റ് ആക്കുന്നത് നമ്മുടെ സൗരോർജം വേസ്റ്റ് ആക്കുന്നു, വിൻഡ് വേസ്റ്റ് ആക്കുന്നു, നമ്മുടെ റിസോഴ്സസ് ഒക്കെ വേസ്റ്റ് ആക്കിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നിർത്തിയിരിക്കുന്നു ജനങ്ങളെ പിഴിയാനായിട്ട്. 10 കൊല്ലം മുമ്പുള്ള കണക്കെന്താ? 5000 കോടിയുടെ വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങുന്ന ഒരു സംസ്ഥാനം എന്നാണ് നമ്മൾ. 5000 കോടിയുടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കമ്മീഷൻ എത്ര കിട്ടുമായിരിക്കും? നമ്മൾ ചിന്തിക്കണം. ഇത്രയൊക്കെ പ്രശ്നം നിലനിൽക്കെ ഈ സാർ പറയുന്നത് പോലെ ഇത്രത്തോളം റിപ്പോർട്ട്സും അല്ലെങ്കിൽ സ്റ്റഡീസും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നുള്ള ഉദ്ദേശം എന്തായിരിക്കും സാർ വിചാരിക്കുന്നത്? എന്താ സംശയിക്കാനുള്ള? പണം മാത്രമാണ്. എൻ്റെ കയ്യിലുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്താൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ആദ്യം കാണുന്നത് നമ്മുടെ സുഹൃത്തിനോട് പറയത്തില്ലേ, അയാൾ എൻ്റെ അടുത്ത് 500 രൂപ മേടിച്ചത്. ഇതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു തിക്കുമുട്ടുണ്ട്. അവർക്ക് ഇത് പറയാൻ പറ്റിയ ഹോണസ്റ്റ് ആയ ഒരാളെ കണ്ടത് എന്നോടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സും എത്ര മേടിച്ചിട്ടുണ്ട്, പൊള്ളാച്ചിയിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട്, എത്ര ഏക്കർ ഉണ്ട്, തിരുനെൽവേലിയിൽ എത്രയുണ്ട്, ഈവൻ അമേരിക്കയിൽ എത്ര ഫ്ലാറ്റ് ഉണ്ട്, ഫാം ഹൗസ് ഉണ്ട്, UK എത്ര ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ നടക്കുന്ന ആളല്ല കേട്ടോ. നിങ്ങൾ അതൊന്നും ചോദിക്കണ്ട, ആർക്ക് എന്ത് കിട്ടിയതൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ഞാൻ രാഷ്ട്രീയക്കാരെ നന്നാക്കാനോ ഇവിടുത്തെ രാഷ്ട്രീയം നന്നാക്കാനോ ഇവിടെ എന്തുട്ടാണ് ഒരു മാവേലി ഭരണം കൊണ്ടുവരാനോ നടക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ പ്രശ്നം ലിമിറ്റഡാണ്, മുല്ലപ്പെരിയാറിൽ ലിമിറ്റഡാണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇതിലെ അനീതി കണ്ടെത്തി, ഇതിലെ ദുഷ്ലാക്കുകൾ കണ്ടെത്തി, ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു തിന്മയാണ് ഈ നാട്ടിലെ ജനങ്ങളോടും പ്രകൃതിയോടും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെറുതായിട്ടുള്ളൊരു പ്രതികരണമേ ഉള്ളൂ. എൻ്റെ പ്രതികരണം മുല്ലപ്പെരിയാർ ഡീകമ്മീഷനിൽ തീരാണ്. പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് കൂടെ നിൽക്കാം, പക്ഷെ ഒരു സ്റ്റേറ്റും കൂടെ നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം മുഴുവൻ ആ ഒരു കാര്യത്തിൽ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സാർ അത്രയും മോശമാണോ നമ്മുടെ ഇന്നത്തെ സംവിധാനം? അല്ലാന്ന് പറയാൻ പറ്റില്ല. അതെ, ആണെന്ന് തന്നെ പറയാനേ പറ്റൂ. യെസ്, നോട്ട് എ സിമ്പിൾ യെസ്, എ ബിഗ് യെസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നതും നമുക്കൊരു ഗതിയില്ലാണ്ട് മാറുന്നതും. ഇപ്പോൾ നാളെ ഒരു കാലത്ത് ഈ ഡാമിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിന് അക്കൗണ്ടബിൾ? നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആണോ, നമ്മുടെ ലീഗൽ സിസ്റ്റം ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർമ്മിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരം മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന എഞ്ചിനീയേഴ്സ് ആണോ? ഇവരാരുമല്ല. ഞാനും താങ്കളും കൂടിയിരിക്കുന്ന ഇവരും ഈ നാട്ടിലെ ജനങ്ങളുമാണ് ഇതിന് ഉത്തരവാദിത്വം. അല്ലാണ്ട് ആരുമല്ല. പ്രതികരിക്കാത്ത ജനമാണ് തിന്മ കണ്ടിട്ടും തിന്മ അനുഭവിച്ചിട്ടും നാളെ തിന്മ തന്നെ സംഭവിക്കുമെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും പ്രതികരിക്കാത്ത ജനങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഒരു ഗവേഷകർ വന്ന് ഈ നാടെന്താ എങ്ങനെ ആയെന്ന് ചിന്തിക്കുമ്പോൾ അവർ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നേരെ വിരൽ ചൂണ്ടില്ല. ഇവിടെ കുറേ വിഡ്ഢികൾ ജീവിച്ച് അവർ പോയി എന്നേ പറയുള്ളൂ. ജനങ്ങളാണ് ഉത്തരവാദികൾ, വേറെ ആരുമല്ല. അപ്പൊ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ സാർ. അപ്പൊ ഈ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ കൊളാപ്സ് ആവാതിരിക്കട്ടെ, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നമുക്കും നാടിനും എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ സാർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സാർ. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം.